ഹായ്, വിനോദ് കെ സംവിധാനം ചെയ്ത് 2025 പുറത്തിറങ്ങിയ ഏറെ രസകരമായ ഒരു മലയാളം ചലച്ചിത്രം മൂൺ വോക്ക്. ലിജോ ജോസ് പെല്ലിശ്ശേരിയും ലിസ്റ്റിൻ സ്റ്റീഫനും ജസ്നി അഹമ്മദുമായിരുന്നു ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയത്. വിനോദ് കെയും മാത്യു വർഗീസും സുനിൽ ഗോപാലകൃഷ്ണനും ചേർന്നിട്ടാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ചലച്ചിത്രം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. നമുക്ക് ആ സിനിമയുടെ കഥാസംഗ്രഹം ഒന്ന് കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ നടക്കുന്നത് ഒരു 1980 കാലഘട്ടത്തിലാണ്. ബ്രേക്ക് ഡാൻസ് ഒക്കെ കേരളത്തിലേക്ക് കടന്നു വന്ന ആ ഒരു കാലം. ഒരു സംഘം സുഹൃത്തുക്കളെ നമ്മൾ പരിചയപ്പെടുന്നു. തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലായിട്ടുള്ളവരായിരുന്നു അവർ. ഏറെക്കുറെ അടുത്തടുത്ത നാട്ടുപ്രദേശത്തുള്ളവർ. എല്ലാവരും ഒന്നിച്ച് പഠിക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ പരിചയപ്പെട്ട് കൂട്ടുകാരായി മാറിയവരുമായിരുന്നു. ജയ്, ഷിബു, വരുൺ, അരുൺ, ഷാജി, സുദീപ്, സുര എന്നിങ്ങനെയുള്ളവരായിരുന്നു മൂൺ വോക്കേഴ്സ് ടീമിലെ പ്രധാന മെമ്പേഴ്സ്. ഖത്തറിൽ ആദ്യമായി ബ്രേക്ക് ഡാൻസ് അവതരിപ്പിക്കാനെത്തിയ അവരെ അന്നൊരു ടീം ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവരെന്ന് ടീമായി തന്നെ കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയാണ്. ബ്രേക്ക് ഡാൻസിന്റെ അപ്പോഴത്തെ പുതിയ രീതികളെ പറ്റിയും അവർക്ക് ഡാൻസ് ചെയ്യാൻ അവസരം കിട്ടിയ സിനിമയെ പറ്റിയുമൊക്കെ അവർ സംസാരിച്ചു. അവരുടെ മാനേജറായി കൂട്ടത്തിലെ മുതിർന്നയാൾ ശംഭവും ഉണ്ടായിരുന്നു. മൂൺ വോക്കേഴ്സ് ടീമിന്റെ കഥ തുടങ്ങുന്നത് അവിടെ നിന്നൊന്നുമല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബ്രേക്ക് ഡാൻസ് എന്തെന്നറിയുക പോലും ചെയ്യാതെ കൂട്ടുകൂടി 1980കളുടെ പശ്ചാത്തലത്തിൽ കളിച്ച് രസിച്ചു നടന്നവരായിരുന്നു അവരെല്ലാവരും. എല്ലാവർക്കും ചെറിയ പ്രണയ താല്പര്യങ്ങളും മറ്റുമൊക്കെയുണ്ട്. സെന്റ് സേവിയേഴ്സ് കോളേജിലായിരുന്നു ജയ്ക്കും ശിവവും പഠിച്ചിരുന്നത്. ഒരു ദിവസം പതിവ് പോലെ അവർ കോളേജിലേക്ക് വരികയാണ്. കോളേജിലെത്തിയതും ഷിബുവിനടുക്കൽ കുട്ടികൾ ചെറുതായി ഒരു ആനയെ വരച്ചു തരാമോ എന്ന മട്ടിൽ കളിയാക്കുന്നുണ്ട്. ഷിബു തന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യം ആലോചിച്ചു. ഷഹന എന്ന പെൺകുട്ടിയോട് ഷിബുവിന് പ്രണയ താല്പര്യമുണ്ടായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണല്ലോ. അവളുടെ റെക്കോർഡിൽ തവളയെ വരച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് റെക്കോർഡ് വാങ്ങിയിരുന്ന അവൻ ആരെയോ കൊണ്ട് കഷ്ടപ്പെട്ട് നല്ല രീതിയിലൊരു തവളയുടെ ചിത്രമൊക്കെ വരച്ച് റെക്കോർഡ് പൂർത്തിയാക്കി അവൾക്ക് കൊടുത്തു. ആ വീട്ടിലേക്ക് അവൻ ക്ഷണിക്കപ്പെടുകയും ചായയും പലഹാരവും ഒക്കെ നൽകപ്പെടുകയും ചെയ്തു. ഷിബു അങ്ങനെ സ്റ്റാർ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഒരു ചെറിയ കുട്ടി കടന്നു വരുന്നത്. ഷഹനയുടെ അനിയത്തിയാണ്. ഷിബുവിനോട് ഒരു ആനയെ വരച്ചു കൊടുക്കാൻ ഷഹനയുടെ അനിയത്തി ആവശ്യപ്പെട്ടു. ഷിബു ആണെങ്കിൽ ആകെ പെട്ടുപോയി. കാരണം അവനായിരുന്നില്ല ആ തവളയുടെ രൂപമൊക്കെ വരച്ചുണ്ടാക്കിയത്. ഒടുവിൽ പെട്ടുപോയി ഷിബു ആ കുട്ടിയോട് ആന വേണോ, ഒരു പൂ വരച്ചു തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അതിന്റെ പേരും പറഞ്ഞിട്ടായിരുന്നു അടുത്ത ദിവസം കോളേജിലെത്തിയപ്പോ വിവരമറിഞ്ഞ കുട്ടികൾ ഷിബുവിനെ കളിയാക്കിയത്. അന്ന് കോളേജ് ലാബിൽ വെച്ച് ജയിക്കിനൊരു കൂട്ടുകാരിയുടെ ഇൻവിറ്റേഷൻ കിട്ടി. മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് അവളുടെ അരങ്ങേറ്റമുണ്ടത്രേ. ഭരതനാട്യത്തിന്റെ അരങ്ങേറ്റം. താൻ വരാമെന്ന് ജയ്ക്ക് പറഞ്ഞു. അങ്ങനെ മഹാദേവ ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉത്സവത്തിന് കൂട്ടുകാരോടൊപ്പം ജയ്ക്ക് ചെല്ലുകയാണ്. ഭരതനാട്യ അരങ്ങേറ്റവും മറ്റും കുറച്ചുനേരം അവർ നോക്കിക്കണ്ടു. അധികം വൈകാതെ അടുത്ത വേദിയിൽ തിരുവനന്തപുരം നഗരത്തിലുള്ള സൂം ബോയ്സ് അവതരിപ്പിക്കുന്ന ബ്രേക്ക് ഡാൻസ് അരങ്ങേറുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ജയ്ക്കും കൂട്ടുകാരും ബ്രേക്ക് ഡാൻസ് കാണുന്നത്. കണ്ട മാത്രയിൽ അവർക്കതിൽ അതിശയം തോന്നി. ഏറെ വ്യത്യസ്തമായ ഡാൻസ് മാത്രമല്ല, ഡാൻസ് അവതരിപ്പിക്കുന്നവരുടെ വ്യത്യസ്തമായ ഫാഷനും അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. ജനങ്ങൾക്കിടയിലുള്ള അവരുടെ മതിപ്പ് കൂടി കണ്ടപ്പോ അവർക്ക് വലിയൊരു താല്പര്യം തന്നെ ഉള്ളിൽ ജനിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കൂട്ടുകാരുടെ ചർച്ചകൾ ബ്രേക്ക് ഡാൻസിലേക്ക് നീണ്ടിരുന്നു. ജയ്ക്കിന്റെ വീട്ടിൽ അച്ഛനും അവനും മാത്രമാണുള്ളത്. അമ്മ വിദേശത്ത് ജോലി നോക്കുന്നു. അച്ഛൻ എല്ലാവരോടും വളരെയധികം കമ്പനിയായിരുന്നു. അതുകൊണ്ട് മിക്കപ്പോഴും ജയ്ക്കിന്റെ കൂട്ടുകാരൊക്കെ ജയ്ക്കിന്റെ വീട്ടിൽ തന്നെ ഒത്തുകൂടാറുണ്ട്. ബ്രേക്ക് ഡാൻസിന്റെ ജ്വരം പിടിച്ചിരിക്കുകയാണല്ലോ. അവരും മൈക്കിൾ ജാക്സന്റെ ഒരു കാസറ്റ് എടുത്തു. കാസറ്റ് കൊണ്ടുവന്നത് ഷിബു ആയിരുന്നു. ഭീമാപ്പള്ളിയിൽ എന്തും കിട്ടും എന്ന വലിയ ഡയലോഗ് അടിയോടെയാണ് ഷിബു കാസറ്റുമായി വന്നത്. പക്ഷെ VCRലിട്ടപ്പോഴോ കാസറ്റ് ആകെ കംപ്ലൈന്റ്. കൃത്യമായൊന്നും കാണാനേ പറ്റുന്നില്ല. അതിന്റെ പേരിൽ കൂട്ടുകാർ വട്ടമിട്ട് ഷിബുവിനെ കളിയാക്കി. ഷിബു പിണങ്ങിപ്പോവാൻ ഇറങ്ങിയപ്പോ ജേക്ക് അവനോട് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാ മതി, ചിക്കൻ കറി ഉണ്ടടാ എന്ന് പറഞ്ഞു. വരുണും മരുണും സഹോദരങ്ങളാണ്. അവരുടെ അച്ഛന് സ്വന്തമായൊരു മില്ലുണ്ട്. അവിടുത്തെ ജോലിക്കാരനാണ് അനി. അനിയും കുട്ടികളും വലിയ കമ്പനിയായിരുന്നു. സവർണ മനോഭാവമുള്ള അവരുടെ അച്ഛന് അനിയോടൊന്നും അത്ര വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും അരുണിനും വരുണിനും ഒരേപോലെ തന്നെ ബ്രേക്ക് ഡാൻസിൽ താല്പര്യമുണ്ടായിരുന്നു. അധികം വൈകാതൊരു ദിവസം ടൗണിൽ അവരെല്ലാവരും ഒന്നിച്ച് ഒരു സിനിമയ്ക്ക് പോയി. ഒരു ഇംഗ്ലീഷ് ഡാൻസ് ചലച്ചിത്രം. ബ്രേക്ക് ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ അതിലവർ കണ്ടാസ്വദിക്കുന്നുണ്ട്. അന്നവിടെ സിനിമ കാണാൻ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് അവർ ഡാൻസ് കണ്ട സൂം ബോയ്സും എത്തിയിരുന്നു. ജയ്ക്കിന്റെ കൂട്ടുകാരിലൊരാൾ സൂം ബോയ്സിലെ പ്രധാനിയോട് അവരുടെ പെർഫോമൻസ് തങ്ങൾ കണ്ടതാണെന്നും മികച്ചതായിരുന്നു എന്നും അഭിപ്രായപ്പെട്ടു. അയാളും അവനോട് താങ്ക് യു പറഞ്ഞു. പിന്നാലെയാണ് ജയ്ക്കും കൂട്ടുകാരനും ചേർന്ന് സംസാരിക്കുമ്പോ അവരോട് ഡാൻസ് പഠിപ്പിക്കാമോ എന്ന കാര്യം ചോദിച്ചാലോ എന്നൊരു ആശയം ഉരുത്തിരിയുന്നത്. പക്ഷേ ജയ്ക്ക് അത് വേണ്ടടാ, അത് ശരിയാവില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ചോദിക്കുന്നതിന് എന്താ എന്ന മട്ടിലായി കൂട്ടുകാർ
കൂട്ടുകാരൻ. ഒടുവിൽ സൂം ബോയ്സിലെ പ്രധാനിയായ ജോണിയെ വിളിച്ച് കൂട്ടുകാരൻ തന്നെ ഡാൻസ് പഠിക്കാനുള്ള താല്പര്യത്തെപ്പറ്റി അറിയിച്ചു. പക്ഷേ ജോണി പറഞ്ഞു, പഠിപ്പിക്കാനായിട്ട് ഞങ്ങളെ അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ബ്രേക്ക് ഡാൻസ് പഠിക്കാൻ മാസ്റ്റർമാരൊന്നുമില്ലല്ലോ, ഞങ്ങളൊക്കെ സ്വയം പഠിച്ചതാ. ഞങ്ങൾ ഈ കാസറ്റ് ഒക്കെ വരുത്തി കണ്ടു തന്നെയാ പഠിച്ചത്. നമുക്കൊരു ബി ടീം പ്ലാൻ ഒക്കെ ഉണ്ട്, പക്ഷേ അതിന് ട്രെയിൻഡ് ഡാൻസേഴ്സിനെ വേണ്ടത്. അതും പറഞ്ഞ് ജോണി അവിടെ നിന്ന് പോയി. ജെയ്ക്കിന് ആ സമയം വേണ്ടായിരുന്നെന്ന് തോന്നി. ജെയ്ക്കിന്റെ കൂട്ടുകാർക്കും അത് തോന്നിയിരുന്നു. പിന്നെന്താണ്, ബ്രേക്ക് ഡാൻസ് പഠിക്കാൻ വഴി എല്ലാവർക്കും ബ്രേക്ക് ഡാൻസ് പഠിക്കണമെന്നുണ്ട്. അങ്ങനാണ് അവർക്ക് പരിചയമുള്ള മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്ന സുദീപിനെ കുറിച്ച് ബ്രേക്ക് ഡാൻസ് ഒക്കെ അറിയാം എന്ന കാര്യം മനസ്സിലാക്കിയവർ അങ്ങോട്ടേക്ക് എത്തുന്നത്. അതിന് അവർക്ക് മീഡിയേറ്ററായി നിന്നത് അവരുടെ പരിചയക്കാരൻ ശിബുവണ്ണനായിരുന്നു. സുദീപ് മുമ്പ് സിംഗപ്പൂരിലായിരുന്നു, അവിടെ ആയിരുന്നു അവൻ പഠിച്ചിരുന്നത്. അങ്ങനാണ് ഈ ബ്രേക്ക് ഡാൻസ് ഒക്കെ അവന് വശമായതും. എന്തായാലും ശംഭുവണ്ണന്റെ സഹായത്തോടെ സുദീപിന്റെ നേതൃത്വത്തിൽ ബ്രേക്ക് ഡാൻസ് പഠിപ്പിക്കാനുള്ള അവസരം അവർക്ക് ഒരുങ്ങിക്കിട്ടുകയാണ്. അതിനുവേണ്ട സജ്ജീകരണങ്ങളും അവർ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി. ഒരു ടേപ്പ് റെക്കോർഡറും എടുത്ത് ഒഴിഞ്ഞുകിടന്ന ബിൽഡിംഗിന്റെ മുകൾ നിലയിലെ മുറിയെടുത്ത് അവർ ബ്രേക്ക് ഡാൻസ് പ്രാക്ടീസ് ആരംഭിച്ചു. സുദീപ് മാസ്റ്ററെ പോലെ ഓരോന്നും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഡാൻസ് പഠിത്തവും പാർട്ട് ടൈം ജോലികളും കളിയും ചിരിയുമൊക്കെയായി അവരുടെ നാളുകൾ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ടീമിനൊരു പേര് വേണം എന്നവർ തീരുമാനിച്ചു. മൂൺ വോക്കേഴ്സ് എന്ന പേരായിരുന്നു അവർ അതിന് കണ്ടെത്തിയത്. ഡാൻസിന് വേണ്ടി അവർ മുടി വളർത്തുകയും അന്നത്തെ ബ്രേക്ക് ഡാൻസേഴ്സിന്റെ തനത് രൂപത്തിലേക്ക് മാറുകയും മറ്റും ചെയ്തു. അവരുടെ ആ സ്റ്റൈലും മറ്റും വീടുകളിൽ അക്സെപ്റ്റഡ് ആയിരുന്നില്ല. ഷിബുവിന്റേതാകട്ടെ ഒരു സാധാരണ മുസ്ലിം കുടുംബമാണ്. വാപ്പയ്ക്കൊക്കെ അതിൽ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. ഷിബു ഒരു തരത്തിൽ വാപ്പയെ സോപ്പിട്ടൊക്കെ നിന്നു. സ്കൂളിലെ ഫംഗ്ഷന് ഡാൻസ് കളിക്കാൻ വേണ്ടി വളർത്തിയതാണെന്നും അത് കഴിയുമ്പോൾ മുടിയൊക്കെ വെട്ടിക്കോളാം എന്നും അവൻ അന്ന് വാപ്പയോട് പറഞ്ഞു. അവരുടെ ഡാൻസ് പ്രാക്ടീസ് അങ്ങനെ തുടർന്നു പോകുന്ന സമയത്താണ് സുര പ്രാക്ടീസ് നടക്കുന്നിടത്തേക്ക് കയറി വരുന്നത്. അനി അവിടെ ടേപ്പ് റെക്കോർഡ് ഓണാക്കാനും ഓഫാക്കാനും ഇരിക്കുന്നുണ്ടായിരുന്നു. അരി പൊടിപ്പിച്ചതിന്റെ പണം നൽകാനായിരുന്നു സുര വന്നത്. ഇടയ്ക്കൊരു ബ്രേക്ക് വന്നപ്പോ പാട്ട് നിർത്തി. സുര അനിക്ക് അടുത്തേക്ക് ചെന്നു. അനി എത്രയാ പണമെന്ന് പറഞ്ഞതും സുര പണം കൊടുത്തു. അപ്പോഴാണ് അനിയെ താഴെ നിന്ന് വിളിക്കുന്നത്. അതോടെ ടേപ്പ് റെക്കോർഡർ ഓണാക്കാനും ഓഫാക്കാനും സുരയെ ഏൽപ്പിച്ചുകൊണ്ട് അനി താഴേക്ക് പോവുകയാണ്. സുരയങ്ങനെ അവരുടെ ടേപ്പ് റെക്കോർഡ് ഓപ്പറേറ്ററായി മാറി. വീണ്ടും ഡാൻസ് പ്രാക്ടീസുകൾ നടന്നു. ഒടുവിൽ ആ ദിവസം എത്തി. അവരാദ്യമായി സ്റ്റേജിൽ കയറുന്ന ദിവസം, കോളേജിലെ പ്രോഗ്രാം ദിവസം. കോളേജിലെ ബ്രേക്ക് ഡാൻസ് പരിപാടി അതിഗംഭീരമായിട്ട് നടന്നു. കോളേജ് മുഴുവൻ അവർ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. പിന്നീടുള്ള ദിവസമായിരുന്നു ഒന്ന് സംഭവിച്ചത്. ജയ്ക്കും ശിബുവും കൂടി മണിയണ്ണൻ എന്ന പേരുള്ള അവരുടെ ഒരു പരിചയക്കാരന്റെ കടയിൽ ബൈക്ക് റിപ്പയറിന് ചെന്നതായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അല്പം കരുത്തനായ ഒരു യുവാവ് ഒരു ലേഡിയുമായി വന്നത്. ഷിബുവാണെങ്കിൽ ആ ലേഡിയെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. ആ ലേഡി അയാളോട് അതിനെപ്പറ്റി പരാതി പറഞ്ഞതും അയാൾ വന്ന് ഷിബുവിനെ തള്ളുകയാണ്. അവരുടെ സാരിയിൽ അഴുക്കായി, അതാണ് നോക്കിയത് എന്ന് ഷിബു പറഞ്ഞെങ്കിലും അയാൾ അത് കേട്ടില്ല. ജയ്ക്കിടയ്ക്ക് ചോദിക്കാൻ ചെന്നതോടെ അത് വലിയ തല്ലിലേക്ക് പോകേണ്ടതായിരുന്നു. ഒടുവിൽ ബാക്കിയുള്ളവരൊക്കെ ഇടപെട്ട് രണ്ടുപേരെയും പിടിച്ചു മാറ്റി. അവനുള്ള പണി കിട്ടുമെന്ന് വെല്ലുവിളിച്ചിട്ടായിരുന്നു ജയ്ക്ക് അന്ന് അവിടെ നിന്ന് ഷിബുവിനെയും കൂട്ടി പോകുന്നത്. അരുണിന്റെയും വരുണിന്റെയും അച്ഛന്റെ മില്ലിനോട് ചേർന്ന കെട്ടിടത്തിലായിരുന്നു അവർ അതുവരെ ബ്രേക്ക് ഡാൻസ് നടത്തിയിരുന്നത്. പക്ഷെ ഉച്ചത്തിൽ ശബ്ദം വെക്കുന്നു എന്ന് പറഞ്ഞ് പരാതികൾ വന്നു തുടങ്ങി. ഇതിനിടയിൽ അവരുടെ അച്ഛന്റെ സവർണ മനോഭാവവും അതിൽ ചെറിയൊരു പ്രശ്നമായി വരുന്നുണ്ടായിരുന്നു. തന്റെ ഷോപ്പിൽ ജോലിക്ക് നിൽക്കുന്ന അനിയെ വരെ വളരെയധികം താഴ്ന്ന നിലയിലായിരുന്നു അയാൾ കണ്ടിരുന്നത്. എന്തായാലും അധികം വൈകാതെ അവിടെ നിന്ന് മാറി സ്വസ്ഥമായ ഒരിടത്ത് പ്രാക്ടീസ് നടത്താൻ അവർ തീരുമാനിച്ചു. അങ്ങനായിരുന്നു കടലിനോട് ചേർന്നുള്ള തെങ്ങിൻ തോപ്പിന് സമീപമുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത്. അവിടെ അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് തുടർന്നു പോരാൻ തുടങ്ങി. സുര മിക്കപ്പോഴും ഡാൻസ് പ്രാക്ടീസിനൊപ്പം അവരുടെ ടേപ്പ് റെക്കോർഡർ ഓപ്പറേറ്റ് ചെയ്യാനുമായിട്ട് എത്തിയിരുന്നു. ഒരു ദിവസം അത്തരത്തിൽ ഡാൻസ് പുരോഗമിക്കുമ്പോൾ പണ്ട് ടീമിന് ഡാൻസ് പഠിപ്പിച്ച സുദീപിന് അവർക്കൊപ്പം എത്തിച്ചേരാൻ പറ്റുന്നില്ല. സുദീപിന് തെറ്റുവരുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ സുരയാണെങ്കിൽ ബീറ്റിനൊപ്പം ഡാൻസിന്റെ സ്റ്റെപ്പുകൾ ചെറുതായി ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചു. സ്റ്റെപ്പ് തെറ്റിപ്പോയ സുദീപ് തന്റെ തെറ്റ് അംഗീകരിക്കാതെ സുരയോട് നിർത്താൻ പറഞ്ഞ് സുരയ്ക്കുമേൽ എന്താ കാണിക്കുന്നതെന്ന മട്ടിൽ ദേഷ്യപ്പെട്ടു. പക്ഷെ ടീമംഗങ്ങൾ സുദീപിനെതിരെ തിരിഞ്ഞ് നീയല തെറ്റിച്ച് അവനെ പറയുന്നത് എന്തിനാ എന്ന മട്ടിലായിരുന്നു ചോദ്യം ചെയ്തത്. സുദീപ് അത് അംഗീകരിച്ചതേയില്ല. സുദീപ് തെറ്റിക്കില്ല എന്ന വാദമായിരുന്നു സുദീപിന്റേത്. എന്തായാലും വലിയ പ്രശ്നത്തിലേക്കൊന്നും പോയില്ല. അവര് വീണ്ടും പ്രാക്ടീസ് തുടർന്നു. അടുത്തൊരു ദിവസം വൈകുന്നേരം ജയ്ക്കിന്റെ അച്ഛൻ തന്റെ ഒരു ബന്ധുവീട്ടിൽ അയൽവക്കത്ത് പോയിരിക്കുകയാണ്. ജയ്ക്കിന്റെ കസിൻ സിസ്റ്റർ ഷേർലിയും അവിടുണ്ട്. ഷേർലിയുടെ വിവാഹം വരികയാണ്. ജയ്ക്കിന്റെ അമ്മ ജാനറ്റ് വിവാഹത്തിനുണ്ടാകും എന്ന മട്ടിൽ ജയ്ക്കിന്റെ അച്ഛൻ അവരോടായി പറഞ്ഞു. ഷേർലിയുടെ അച്ഛനും വിദേശത്തായിരുന്നു. ജാനറ്റ് കൊടുത്തുവിട്ട് കുറച്ച് കാസറ്റുകളോ മറ്റോ ആണ് എന്ന് പറഞ്ഞൊരു പൊതി ജയ്ക്കിന്റെ അച്ഛൻ അവർ കൈമാറി. അടുത്ത ദിവസം അവിടുത്തെ ക്ലബിന്റെ ഒരു പ്രോഗ്രാമിൽ ബ്രേക്ക് ഡാൻസ് അവതരിപ്പിക്കാനുള്ള അവസരം കുട്ടികൾക്ക് കൈവന്നിരുന്നു. അവർ ഡാൻസ് കളിക്കാൻ വേദിയിലെത്തി. പക്ഷേ അന്നത്തെ ഡാൻസിലും സുദീപ് സ്റ്റെപ്പ് തെറ്റിക്കുകയാണ്.
ഒടുവിൽ നാട്ടുകാരുടെ കൂവിവിളി ഉയർന്നപ്പോ സുദീപിനെ കവർ ചെയ്ത് ബാക്കിയുള്ളവർ ഡാൻസ് കളിച്ചു. സുദീപിനെ അതൊരുപാട് വേദനിപ്പിച്ചിരുന്നു. അവൻ ഡാൻസ് പഠിപ്പിച്ചു തുടങ്ങിയ കുട്ടികളല്ലേ, അവനെ കവർ ചെയ്ത് കളിച്ചു, അത്രത്തോളമൊക്കെ അവർ വളർന്നു എന്ന് പറഞ്ഞ വേദനയോടെ തന്റെ ഷൂസൂരി സുരയെ ഏൽപ്പിച്ച് ഇതിനെ നീ വെച്ചു എന്ന് പറഞ്ഞ് സുരയുടെ ചെരുപ്പമിട്ട് സുദീപ് അവിടെ നിന്ന് വണ്ടിയെടുത്തു പോയി. പക്ഷേ സുദീപ് ടീമിലേക്ക് ഇറങ്ങിക്കോടാ എന്ന് പറഞ്ഞ് കൊടുത്ത ഷൂസ് സുരയ്ക്കൊരു നിധിയായിരുന്നു. വീട്ടിലേക്ക് ആ ഷൂസ് കൊണ്ടുവന്ന സുര നന്നായി കഴുകി അതൊരു നിധി പോലെ ഉണക്കാൻ വെച്ചു. വൈകാതെ സുദീപ് സിംഗപ്പൂരിലേക്ക് പോയിരുന്നു. അവരോടാരോടും പറയാതായിരുന്നു പോയത്. ജയ്ക്കും ഒരു കൂട്ടുകാരനും ഒരിക്കൽ റെസ്റ്റോറന്റിൽ പോയപ്പോ സുദീപിന് അന്നത്തെ കാര്യം വിഷമമായെന്ന് തോന്നുന്നു. അതാ പറയാണ്ട് പോയത് എന്ന മട്ടിൽ പറയുന്നു പോലുമുണ്ട്. റെസ്റ്റോറന്റിൽ ഇരുന്നപ്പോഴാണ് ജയ്ക്ക് ആ കാഴ്ച കണ്ടത്. ജയ്ക്കിനെയും ഷിബുവിനെയും തല്ലിയ ബൈക്ക് നന്നാക്കാൻ വന്ന ആ യുവാവുണ്ടല്ലോ, അവൻ മറ്റൊരു പെണ്ണിനൊപ്പം അവിടെ വന്നിരിക്കുന്നു. കണ്ട മാത്രയിൽ ജയ്ക്ക് അവനെ നോട്ടമിട്ടു. പണം കൊടുത്ത് വന്ന ജയ്ക്ക് കിട്ടിയ ചില്ലറ അവന്റെ മുമ്പിലേക്ക് വെച്ചു. തൽക്കാലം ഇത് വെച്ചോ, ബാക്കി പിന്നെ തരാം എന്നവനെ നോക്കി അർത്ഥത്തിൽ പറഞ്ഞ് ജയ്ക്ക് അവിടെ നിന്ന് പോന്നു. അധികം വൈകാതെ ജയ്ക്കും ഷിബുവും ചേർന്ന് ശംഭുവിനെ ചെന്ന് കണ്ടു. അന്നങ്ങനെ സുദീപിനെ വേദനിപ്പിക്കാൻ ചെയ്തതല്ലെന്നും സുദീപ് എന്താ ചെയ്യുന്നത് എന്നും ശംഭുവിനോട് തിരക്കി. സുദീപ് എന്ത് ചെയ്യാൻ, സിംഗപ്പൂരിൽ അവന്റെ അച്ഛന്റെ അടുത്ത് പോയി വെറുതെ ഇരിക്കുന്നു എന്നായിരുന്നു ശംഭു പറഞ്ഞത്. പിന്നാലെ അവരോട് പ്രാക്ടീസ് തുടരാനും എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേര് പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് എന്ന കാര്യവും ശംഭു അറിയിച്ചു. അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൽ പെർഫോമൻസിനായി അവർ എത്തിച്ചേരുകയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഒരു പ്രശ്നം. യൂണിയൻകാർക്കിടയിലെ പ്രശ്നം കാരണം അവർക്ക് പകരം അവിടെ സൂം ബോയ്സിനെ ഡാൻസ് ചെയ്യാൻ വിളിച്ചിരുന്നു. അവരവിടെ അപമാനിക്കപ്പെട്ടു. അതിന്റെ പേരിൽ റോഡിൽ വെച്ച് കോളേജിലെ പിള്ളേർ യൂണിയൻകാരുമായി പ്രശ്നമുണ്ടാക്കി. ആ പ്രശ്നത്തിൽ അവരെ പിടിച്ചുമാറ്റാൻ പോയ അവരും ആ അടിയിൽ പങ്കുചേരുകയാണ്. ആ തമ്മിത്തല്ലിൽ വരുണിന്റെ കയ്യിൽ ഒരു കുപ്പിയടിയേറ്റ് വലിയൊരു മുറിവുണ്ടായി. ഉടനടി അവർ വരുണുമായി ആശുപത്രിയിലെത്തി ട്രീറ്റ്മെന്റ് എടുത്തു. കയ്യിൽ ബാൻഡേജും കെട്ടി. അവിടെ വെച്ചായിരുന്നു വരുൺ ആദ്യമായി സീന എന്ന പെൺകുട്ടിയെ കാണുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വരുൺ കൈ സുഖമില്ലാതിരിക്കുകയാണല്ലോ. ഓരോരുത്തരുടെ വീട്ടിലാണെങ്കിൽ ഓരോ പ്രശ്നവും ഉണ്ട്. ഒരു ദിവസം മില്ലിൽ പൊടിപ്പിക്കാൻ വന്നപ്പോ അവരെയൊന്നും കാണാതിരുന്ന സുര വരുണിനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വരുണിന്റെ വീട്ടിലേക്ക് ചെന്നു. സുര ഒരു ദളിതനാണ്. അങ്ങോട്ടേക്ക് ആ സമയം കടന്നു വന്ന സവർണ മനോഭാവിയായ വരുണിന്റെ അച്ഛന് സുരയുടെ ആ വരവ് തീരെ ഇഷ്ടപ്പെട്ടില്ല. സുരയോട് മോശമായ രീതിയിലായിരുന്നു അയാൾ സംസാരിച്ചത്. പൊടിപ്പിക്കാൻ വന്ന പൊടിച്ചിട്ട് പോണം, നീയാണോ ഈ പുള്ളേരെ കൂട്ടി വഷളാക്കുന്നേ എന്ന മട്ടിലൊക്കെയായിരുന്നു അയാൾ സംസാരിച്ചത്. മെക്കാട്ട് പണിക്കാരനായ പാവം സുരയ്ക്ക് അയാളോട് എതിർത്ത് സംസാരിക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വേദനയോടെ തിരികെ പോന്ന സുര മില്ലിൽ നിന്ന് പൊടിയും വാങ്ങി അവിടെ നിന്ന് പോന്നു. അന്ന് അവർ പ്രാക്ടീസ് ചെയ്ത ആയിടത്തൂടെ പോയ ജയ്ക്ക് അവിടെ തനിച്ചിരിക്കുന്ന സുരയെ കാണുകയാണ്. സുരയ്ക്ക് അടുത്തു ചെന്ന് ജയ്ക്ക് സംസാരിച്ചു. താൻ എപ്പോഴും ഇവിടെ വന്നിരിക്കാറുണ്ടെന്നും നിങ്ങളിങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്നത് കാണാൻ തന്നെ വലിയ ചെത്താണെന്നും നിങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാൻ ആഗ്രഹമുണ്ടായിട്ടൊന്നുമല്ല, എന്നാലും എന്ന മട്ടിൽ സുര സംസാരിച്ചു. ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളാണെന്നും ഡാൻസ് ഒന്നും മര്യാദക്ക് മുമ്പോട്ട് പോകുന്നില്ല എന്നുമായിരുന്നു ജയ്ക്ക് പറഞ്ഞത്. അന്നവിടെ കുറെ നേരം അവർ ഇരുന്നിരുന്നു. മറുവശത്ത് വരുണിന്റെ കൈയാകട്ടെ മുറിവിൽ സുഖപ്പെട്ടു വന്നുകൊണ്ടിരുന്നു. വീണ്ടും സീനയും വരുണും കണ്ടു. ഇരുവർക്കും പരസ്പരം അട്രാക്ഷൻ തോന്നിയിരുന്നു. ഒരു ഘട്ടത്തിൽ വീണ്ടും സീനയെ ചെന്ന് കണ്ട് സീനയുടെ ഫോൺ നമ്പർ വരുൺ കൈവശപ്പെടുത്തി. പിന്നീട് അങ്ങോട്ടേക്ക് പ്രണയത്തിന്റെ നാളുകളായിരുന്നു. ഹോസ്റ്റലിൽ താമസിക്കുന്ന സീനയെ വരുൺ സ്ഥിരമായി ഫോൺ ചെയ്യാൻ ആരംഭിച്ചു. അവർ തമ്മിലുള്ള പ്രണയം അത്യാവശ്യം പൂത്തുലഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടയിൽ സീനയും വരുണും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഏകദേശ സൂചനകൾ സീനയുടെ ചേട്ടൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ നാളുകൾ മുമ്പോട്ട് പോയി. അധികം വൈകാതെയായിരുന്നു ഷേർലിയുടെ കല്യാണ ചടങ്ങുകളുടെ പരിപാടികൾ വന്നത്. പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ട് ജയ്ക്കിന്റെ കൂട്ടുകാരെത്തുകയാണ്. ആ സമയമായിരുന്നു അവിടെ അവരുടെ ഒരു ബന്ധുവായ ഫ്രിഡ ഡാൻസ് കളിക്കുന്നത്. ജയ്ക്കിന് ഫ്രിഡയെ കണ്ട മാത്രയിൽ ഇഷ്ടപ്പെട്ടിരുന്നു. ഫ്രിഡയ്ക്കും ജയ്ക്കിനോട് ചെറിയ പ്രണയ താല്പര്യമൊക്കെയുണ്ട്. ഇത് മനസ്സിലാക്കിയ ഷേർലി ജയ്ക്കിനെ ഫ്രിഡയ്ക്കൊപ്പം ഡാൻസ് കളിക്കാനായി തള്ളിവിട്ടു. ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ തന്റെ ബ്രേക്ക് ഡാൻസ് സ്റ്റെപ്പൊക്കെ ഇട്ട് ഫ്രിഡയ്ക്കൊപ്പം അവൻ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അത് കണ്ട് അധികം വൈകാതെ ഷിബുവും മറ്റൊരു കൂട്ടുകാരനും ജയ്ക്കിനൊപ്പം വന്ന് ജോയിൻ ചെയ്തു. അപ്പോഴായിരുന്നു കള്ളു കുടിച്ചു പൂസായ അനിയും അവർക്കൊപ്പം കളിക്കാനായി ജോയിൻ ചെയ്യുന്നത്. ഫ്രിഡയുടെ സഹോദരന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. അനിയെയും മറ്റും നെയ്സായി അവൻ പിടിച്ച് പുറത്താക്കി. അവർക്കത് വലിയ ഇൻസൾട്ടായി മാറിയിരുന്നു. ജയ്ക്ക് പോവല്ലേ എന്ന് പറഞ്ഞിട്ടും അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അതോടെ ജയ്ക്കും അവരോടൊപ്പം അവിടെ നിന്നിറങ്ങിയിരുന്നു. ബൈക്കിൽ അവർ അവിടെ നിന്ന് പോരാൻ തുടങ്ങി. എല്ലാവരും വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് ജയ്ക്ക് മുമ്പ് ജയ്ക്കിനെയും ഷിബുവിനെയും തല്ലിയ ആ യുവാവ് വണ്ടി സ്റ്റാർട്ടാവാതെ കിക്കറടിച്ച് നിൽക്കുന്നത് കാണുന്നത്. ഒട്ടും മടിച്ചില്ല. ജയ്ക്ക് വണ്ടി തിരിച്ചു. പണ്ട് തങ്ങളെ തല്ലിയവരാണെന്ന് പറഞ്ഞ് ജയ്ക്ക് അവനെ തല്ലാൻ ആരംഭിച്ചു. പിന്നെ പറയണ്ടല്ലോ, ബാക്കിയുള്ളവരും ജയ്ക്കിന്റെ കൂടെ കൂടി.
ഓടിച്ചിട്ട് നല്ല രീതിയിൽ അവനിട്ട് അവർ നല്ല ഇടി കൊടുത്തു. പക്ഷേ ഒടുവിൽ അവർ എത്തിപ്പെട്ടതാകട്ടെ പോലീസ് ജീപ്പിന്റെ മുമ്പിലുമായിരുന്നു. വേണുഗോപാൽ എന്നായിരുന്നു അവരടിച്ച ആ യുവാവിന്റെ പേര്. അവന്റെ പേരിൽ ഫോർട്ട് സ്റ്റേഷനിൽ 307 വകുപ്പിൽ ഒരു കേസുള്ളതുകൊണ്ട് തൽക്കാലം അവർ രക്ഷപ്പെട്ടു. പുതിയ SI ആള് കുറച്ച് പ്രശ്നമായിരുന്നെങ്കിലും അവരോട് പഠിക്കുന്ന കുട്ടികളല്ലേ, പോയി നന്നായി പഠിക്കാനൊക്കെ പറഞ്ഞ് മുടിയൊക്കെ വെട്ടാൻ പറഞ്ഞ് വണ്ടി ഓടിച്ചു പോകരുതെന്ന് വാൺ ചെയ്ത് അവരെ പറഞ്ഞയച്ചു. അടുത്ത ദിവസം കൂട്ടുകാരൊക്കെ കൂടി ബീച്ച് സൈഡിൽ പോയി നിൽക്കുകയാണ്. അപ്പോഴാണ് ഫ്രിഡയുമായി ഷേർലി അങ്ങോട്ടേക്ക് വന്നത്. ഷേർലിയുടെ കസിനാണ് ഫ്രിഡ. വിദേശത്ത് ജനിച്ചു വളർന്ന കുട്ടിയാണ്. ജെയ്ക്കിനൊപ്പം വിടാനായിരുന്നു ഷേർലി ഫ്രിഡയുമായിട്ടെത്തിയത്. ഫ്രിഡ തലേ ദിവസത്തെ കാര്യത്തിന് ജെയ്ക്കിന്റെ കൂട്ടുകാരോട് തന്റെ ചേട്ടനു വേണ്ടി ക്ഷമ ചോദിച്ചു. പിന്നാലെ ജെയ്ക്കിനൊപ്പം അവൾ കറങ്ങാനിറങ്ങി. ബീച്ചും മറ്റുമായി അവർ സംസാരിച്ചും മറ്റും കുറേയധികം കറങ്ങി നടന്നു. ഒടുവിൽ സന്ധ്യയോടെ അവൻ അവളെ വീടിന് മുമ്പിൽ ഡ്രോപ്പ് ചെയ്തു. ഇറങ്ങുമ്പോ അവൾ ഒരു കാസറ്റ് അവന് കൊടുത്തു. വീട്ടിലെത്തിയതും അവൻ ആ കാസറ്റ് ഇടുകയാണ്. അടുത്ത തവണ നമ്മൾ കണ്ടുമുട്ടുമ്പോ ഈ പാട്ടിൽ നമുക്ക് ഒന്നിച്ച് ഡാൻസ് കളിക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിലെ പാട്ട് പ്ലേ ആയത്. ആ പാട്ടിന്റെ വരികളിൽ നിന്നും അവൾക്ക് അവനോടുള്ള പ്രണയം വ്യക്തമായിരുന്നു. എന്തായാലും അധികം വൈകാതെ വരന്റെ കൈ സുഖപ്പെട്ടതോടെ അവർ വീണ്ടും ഡാൻസിലേക്ക് ഇറങ്ങി. പുതിയ യൂണിഫോമൊക്കെ തയ്പ്പിച്ച് പരിപാടികൾ അവർ ഏറ്റെടുത്ത് ചെയ്യാൻ ആരംഭിച്ചു. അവരുടെ മാനേജറായി ശംഭുവും ഉണ്ടായിരുന്നു. പലയിടത്തും അവർ പരിപാടികൾ അവതരിപ്പിച്ചു. ചെറിയ ചെറിയ പ്രതിഫലവും കിട്ടി. പലപ്പോഴും പറഞ്ഞ പ്രതിഫലം അവർക്ക് കിട്ടിയിരുന്നില്ല. ഇതിനിടയിൽ സുരയും അവരുടെ ടീമിന്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. അന്നൊരു ദിവസം പരിപാടി കഴിഞ്ഞ് ആകെ കിട്ടിയത് 150 രൂപയാണ്. അതുമായി അവർക്ക് തിരികെ നടന്നു പോരേണ്ട വന്നു. ക്യാബിന്റെ പൈസ മുൻകൂട്ടി കൊടുക്കാനുള്ളത് കൂടിയുണ്ട്. അതുകൊണ്ട് വേറെ പണമൊന്നും അവരുടെ പക്കലുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് കൂട്ടത്തിലൊരുത്തിന് പൊരിച്ച കോഴിയുടെയും ചപ്പാത്തിയുടെയും വണ്ടി കണ്ടപ്പോ അത് കഴിക്കണമെന്ന് തോന്നി. അരുണിനോട് 50 രൂപ ചെലവാക്കി അത് കഴിച്ചാലോ എന്ന മട്ടിൽ അവൻ ചോദിച്ചപ്പോ തൽക്കാലം പണമില്ലെന്നായിരുന്നു അരുൺ പറഞ്ഞത്. ആ സമയം അത് കേട്ട് സുര മുന്നിട്ട് വന്നു. തന്റെ കയ്യിലെ പണം എടുത്തു. കഴിക്കാനല്ലടാ, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നിനക്കത് ആവശ്യമുള്ളതാടാ, കയ്യിൽ വെച്ച് എന്ന് ജയ്ക്കൊക്കെ പറഞ്ഞെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യമായതുകൊണ്ട് സുര അതിനെ സമ്മതിച്ചില്ല. ഒടുവിൽ സുര പണമെടുത്തപ്പോ എല്ലാവരും ഒന്നിച്ച് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ആ സമയത്താണ് സൂം ബോയ്സ് അങ്ങോട്ടേക്ക് വന്നത്. അവരുടേത് അത്യാവശ്യം ലക്ഷറി ലൈഫ് ആയിരുന്നു. സ്വന്തമായി വാഹനമൊക്കെ ഉണ്ട്. ആവശ്യത്തിന് പൈസയും അവരുടെ പ്രോഗ്രാമിന് അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. സൂം ബോയ്സിലെ ജോണി ജയ്ക്കിനെ വിളിച്ച് സംസാരിച്ചു. മൊത്തം പ്രോഗ്രാമാണോടാ എന്ന മട്ടിലൊക്കെ ആക്കിയുള്ള ചോദ്യമായിരുന്നു. അത്യാവശ്യം ഉണ്ടെന്നും വായനശാലയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നെന്നും പറഞ്ഞപ്പോ ഞങ്ങള് തന്നെയാ, നിങ്ങളുടെ പേര് പറഞ്ഞേ, അവരുമായുള്ള ഡീലിംഗ് ഞങ്ങൾക്ക് സെറ്റാവില്ല എന്ന മട്ടിൽ ചെറിയ ജാടയൊക്കെ അവരിടുന്നുണ്ട്. പിന്നാലെ ഇത്തവണ ഇവിടെ വെച്ചിട്ടാണ് ബ്രേക്ക് ഡാൻസിന്റെ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ നടക്കുന്നതെന്നും വെറുതെ പേര് കൊടുത്തിട്, എല്ലാവരും ഉണ്ടാവും, എല്ലാവരുടെയും പരിപാടിയൊക്കെ ഒന്ന് കാണാലോ എന്ന മട്ടിൽ അവരെ ആക്കി അവരൊന്ന് സംസാരിച്ചു. ജയ്ക്കിനത് നന്നായിട്ട് കൊണ്ടിരുന്നു. കൂട്ടത്തില് ജയ്ക്കിന്റെ പള്ളിയിൽ ക്രിസ്മസ് പരിപാടി അവതരിപ്പിക്കുന്നതും അവരാണെന്ന മട്ടിൽ അവർ ജയ്ക്കിനിട്ടൊരു കൊട്ടുകൊടുത്തു. ജയ്ക്ക് കുറച്ച് വല്ലാതായി. എല്ലാവരോടും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് അവരുടെ ലെവലിലേക്കൊക്കെ എത്തണം എന്ന മട്ടിൽ ജയ്ക്കെന്ന് പറഞ്ഞു. ഇതിനിടയിൽ കൃത്യമായി പ്രാക്ടീസിന് വരാതെ പ്രേമത്തിന്റെ പുറകെ ഫോണും വിളിച്ച് നടക്കുന്ന വരണിട്ടും അവരൊരു കൊട്ടുകൊടുക്കുന്നുണ്ട്. അന്നത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ജയ്ക്ക് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോ അകത്ത് അമ്മയുടെ സംസാരം കേട്ടിരുന്നു. ജയ്ക്കിന്റെ അമ്മ ജാനറ്റ് വീട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അത്രനാളും ജാനറ്റിനോട് പറഞ്ഞിരുന്നത് ജയ്ക്ക് എൻട്രൻസിനൊക്കെ പോകുന്നുണ്ടെന്നും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാ പോകുന്നതെന്ന മട്ടിലുമായിരുന്നു. പക്ഷെ അങ്ങനൊന്നും അല്ലെന്നും ജയ്ക്ക് ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിച്ച് നടക്കുകയാണ് എന്ന വിവരമൊക്കെ ജാനറ്റിനെ വേദനിപ്പിച്ചിരുന്നു. അമ്മ അതിൽ പരിഭവപ്പെട്ട് കരയുന്നതും മറ്റും കണ്ടപ്പോ ജയ്ക്കിനും അത്യാവശ്യം വിഷമം തോന്നാതിരുന്നില്ല. അടുത്ത ദിവസം ജയ്ക്കിനെയും കൂട്ടി ജാനറ്റ് കോളേജ് പ്രിൻസിപ്പലിനെ ചെന്ന് കണ്ടു. പ്രിൻസിപ്പലിനോട് സംസാരിച്ച് ജയ്ക്കിന് പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യാനുള്ള അവസരം വാങ്ങിയെടുത്തു. താൻ എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞ് ഇനി ജോലിക്ക് പോകുന്നുള്ളൂവെന്നും ജയ്ക്കിന്റെ കാര്യം താൻ നോക്കിക്കോളാം എന്ന് ജാനറ്റ് അച്ഛൻ അന്ന് വാക്കുകൊടുത്തു. ജയ്ക്കാകെ അതോടെ വീട്ടിൽപ്പെട്ടു. പ്രാക്ടീസിനൊന്നും അങ്ങനെ പോവാൻ പറ്റാതായി. ആ ഒരു സമയത്താണ് ക്രിസ്മസ് വന്നത്. ക്രിസ്മസ് വിരുന്നിനായി ജയ്ക്കിന്റെ കൂട്ടുകാരെ വിളിച്ചിരുന്നു. ജയ്ക്കിന്റെ അമ്മ സ്നേഹത്തോടെ കൂട്ടുകാർക്കൊക്കെ ഭക്ഷണം കൊടുത്തു. കോമ്പറ്റീഷന് അവർ രജിസ്റ്റർ ചെയ്തിരുന്നു. ജയ്ക്ക് കൂട്ടുകാരോട് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഞാൻ അവസാനത്തെ പ്രാക്ടീസിന് എങ്ങനെയെങ്കിലും ജോയിൻ ചെയ്തോളാം, നമുക്കിത്തവണ എങ്ങനെയും കോമ്പറ്റീഷൻ വിൻ ചെയ്യണം എന്ന് പറയുകയാണ്. അങ്ങോട്ടേക്ക് കടന്നു വന്ന ജയ്ക്കിന്റെ അമ്മ ജയ്ക്കിന്റെ കൂട്ടുകാർ പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റും സ്ട്രീമും ഒക്കെ ചോദിച്ചറിഞ്ഞു. ആകെ സയൻസ് പഠിക്കുന്നതായി ജയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ അവർ അർത്ഥം വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഇത്രയും നാൾ കളിച്ചു നടന്നില്ലേ, 2 മാസം അവൻ പഠിക്കട്ടെ എന്ന്. അവന്റെ കൂട്ടുകാർക്ക് ചെറിയ തോതിൽ അത് ഇൻസൾട്ടഡ് ആയെങ്കിലും ജയ്ക്കിന്റെ അച്ഛനും മറ്റും ഇടപെട്ട് അവർക്കതൊരുപാട് ഫീൽ ചെയ്യാതാക്കി. അടുത്ത ദിവസങ്ങളിലൊന്നും ആരും തന്നെ പ്രാക്ടീസിന് പോയിരുന്നില്ല. സുര മാത്രം കൃത്യസമയം അവിടെ ചെന്നിരിക്കും. ആരെയും കാണാതെ വൈകുന്നേരമാകുമ്പോ തിരികെ വീട്ടിലേക്ക് പോരും. എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോ അവര് പ്രാക്ടീസ് ഒക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് നാളുകൾ കടന്നുപോയി. എൻട്രൻസ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടുന്ന ദിവസം അതിനായി ജയ്ക്ക് വീട്ടിൽ നിന്നിറങ്ങി. അന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോ ഫ്രിഡ വിദേശത്തേക്ക് പോയിരുന്നു. ഷേർലി അവനോട് ഫ്രിഡയുടെ കത്തുണ്ടായിരുന്നുവെന്നും കത്തിൽ അവനെ
അന്വേഷിച്ചിട്ടുണ്ടെന്നും താൻ ഫ്രെഡയ്ക്ക് അവന്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. അത് കേട്ടപ്പോ ജയ്ക്കിനൊരു സന്തോഷം തോന്നാതിരുന്നില്ല. പോകുന്ന വഴിക്ക് കൂട്ടുകാർ പ്രാക്ടീസ് ചെയ്യുന്നത് കാണാൻ അവിടെ കയറി. പക്ഷേ അവിടെ എത്തിയപ്പോ അത് വിട്ടിട്ട് പോരാൻ ജയ്ക്കിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അവരുടെ കൂടെ കൂടി പുതിയ സ്റ്റെപ്പൊക്കെ ജയ്ക്ക് പ്രാക്ടീസ് ചെയ്തു. അന്ന് രാത്രിയിൽ അവർ ഒന്നിച്ച് മദ്യപിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കൂടിയിരുന്നു. അവിടെ നിന്നവർ പോകുന്ന വഴിക്ക് ചെന്ന് പെട്ടതാകട്ടെ പോലീസിന്റെ മുമ്പിലുമാണ്. അവരോട് ബൈക്ക് ഉപയോഗിക്കരുതെന്നും മുടിവെട്ടണമെന്നൊക്കെ പറഞ്ഞിരുന്നതാണല്ലോ. പോലീസ് അവരെ പിന്തുടർന്നു പിടിച്ചു. ഇത്തവണ എസ്ഐ അവരെ വെറുതെ വിട്ടില്ല. അവരുടെയൊക്കെ മുടി സ്റ്റേഷനിൽ വെച്ച് തന്നെ പറ്റ വെട്ടിച്ചു. കോമ്പറ്റീഷനൊക്കെ ഉണ്ടെന്നവർ കരഞ്ഞു പറഞ്ഞെങ്കിലും പോലീസുകാർ അത് കേട്ടതേയില്ല. ഒടുവിൽ പാരന്റ്സ് എത്തിയായിരുന്നു എല്ലാവരെയും വീട്ടിലേക്ക് കൊണ്ടുവന്നത്. മുടിമുറിച്ചവരുടെ രൂപം കണ്ട് വീട്ടുകാരിൽ പലരും ദുഃഖിച്ചിരുന്നു. സുരയുടെ വീട്ടുകാരായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമിച്ചത്. അതേസമയം ഷിബുവിന്റെ വീട്ടിലാകട്ടെ വലിയ സന്തോഷവും ബിരിയാണി ഉണ്ടാക്കലും ഒക്കെയായിരുന്നു. കോമ്പറ്റീഷൻ മോഹമൊക്കെ പൊരിഞ്ഞുപോയി എന്ന ചിന്തയിൽ ജയ്ക്ക് വല്ലാതെ വിഷമത്തിലായി. പോരാത്തതിന് എൻട്രൻസ് ടെസ്റ്റിന് അപേക്ഷിക്കാനും സാധിച്ചില്ലല്ലോ. അതിന്റെ കുറ്റബോധവും അവനുണ്ടായിരുന്നു. പക്ഷേ അവന്റെ അമ്മ അവനെ സമാധാനിപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ മുടിമുറിക്കപ്പെടാത്തതായി അന്നില്ലാതിരുന്ന വരുൺ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജയ്ക്ക് വരുണിനോട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണമെന്നും കോമ്പറ്റീഷനിലെ സോളോ പെർഫോമൻസിൽ പങ്കെടുത്ത് വിജയിക്കണമെന്നും ആവശ്യപ്പെട്ടു. അവരങ്ങനെ നിരാശയിലിരിക്കുന്ന സമയത്താണ് സിംഗപ്പൂരിൽ പോയിരുന്ന സുദീപ് മടങ്ങിയെത്തുന്നത്. പുതിയ ട്രെൻഡിൽ തല മൊത്തം മൊട്ടയടിച്ച് അതിൽ വരകളൊക്കെ ഇട്ടിട്ടായിരുന്നു സുദീപിന്റെ വരവ്. തന്റെ കയ്യിൽ പുതിയ കുറെ ഐറ്റംസ് ഉണ്ടെന്നും കോമ്പറ്റീഷൻ തകർക്കാമെന്നും സുദീപ് അവർക്ക് വാക്കുകൊടുത്തു. പിന്നീട് അങ്ങോട്ടേക്ക് കനത്ത പരിശീലനം ആരംഭിക്കുകയായിരുന്നു. എല്ലാവരും ചേർന്ന് വളരെയധികം മികവോടുകൂടി പരിശീലനം നടത്തി. അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം രാത്രി വൈകി തന്റെ കാമുകിയോട് സംസാരിച്ച ശേഷം വരുൺ ബൈക്കെടുത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടത്. പക്ഷേ പോകുന്ന വഴിയിൽ റെയിൽവേ ക്രോസിൽ വെച്ച് ഒരു സംഘം ആളുകൾ അവനെ ആക്രമിച്ചു. ഒടുവിൽ ഒരാളായിരുന്നു അവനെ ആശുപത്രിയിൽ എത്തിച്ചത്. തൊട്ടുപുറകെ വിവരമറിഞ്ഞ ആശുപത്രിയിലേക്ക് എത്തിയ കൂട്ടുകാർ അവനെ ആശുപത്രിയിൽ എത്തിച്ചത് പണ്ട് അവരൊക്കെ ചേർന്ന് തല്ലിയ ആ യുവാവാണെന്നറിഞ്ഞു. പോകുന്നതിനു മുമ്പ് നമ്മുടെ കണക്ക് ഞാൻ വേറെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുത്തൻ തല്ലുകൊണ്ട് കിടക്കുമ്പോ അവനെ ആശുപത്രിയിലാക്കണമല്ലോ, അതുകൊണ്ടാക്കിയതാ എന്ന മട്ടിൽ പറഞ്ഞിരുന്നു. കൂട്ടുകാർ കാര്യമന്വേഷിച്ചു. വരുണിനെ കൈവച്ചത് വരുൺ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ആങ്ങളെയും ആങ്ങളയുടെ ആളുകളുമായിരുന്നു. വരുണിന്റെ കൈയൊടിഞ്ഞു. അതോടെ കോമ്പറ്റീഷനിൽ ഇറങ്ങിയാൽ ആര് സോളോ കളിക്കും എന്ന പ്രശ്നം മുന്നിട്ട് വരികയാണ്. സുദീപ് തന്നെ കളിച്ചോളും എന്നൊരാൾ അഭിപ്രായം പറഞ്ഞു. ഇതിനിടയിൽ വരുണിന് പണി കൊടുത്ത കാമുകിയുടെ ചേട്ടനെ അവർ തിരികെ അയാളുടെ കടയിൽ കയറിയടിച്ചു. അങ്ങനെ ഒടുവിൽ ആ ദിവസം വന്നെത്തുകയാണ് ഓൾ കേരള ബ്രേക്ക് ഡാൻസ് കോമ്പറ്റീഷന്റെ ദിവസം. കോമ്പറ്റീഷൻ തകർത്തു നടക്കാൻ ആരംഭിച്ചു. ആദ്യത്തേത് ഗ്രൂപ്പിനമായിരുന്നു. ഗ്രൂപ്പിനത്തിലെ മത്സരത്തിൽ എല്ലാവരും മികച്ച പെർഫോമൻസുകൾ കാഴ്ചവെച്ചു. മൂൺ വോക്കേഴ്സും ഒട്ടും പുറകിലായിരുന്നില്ല. പുതിയ ഐറ്റംസ് ഒക്കെയായി അവർ കളം നിറഞ്ഞു നിന്നു. ആദ്യഘട്ടത്തിൽ കൈയടിക്കാൻ മടിച്ചു നിന്നവർ വരെ പിന്നീട് ആവേശത്തോടെ കരഘോഷം തന്നെ മുഴക്കി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഗ്രൂപ്പ് മത്സരത്തിൽ വിജയിച്ചത് അവരുടെ പ്രധാന എതിരാളികളായ സൂം ബോയ്സ് ആയിരുന്നു. മൂൺ വോക്കേഴ്സിന് 2ാം സ്ഥാനമേ കിട്ടിയുള്ളൂ. രണ്ടാമത്തേത് പെയർ ഡാൻസ് ആയിരുന്നു. അതിൽ എല്ലാവരെക്കാളും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ മൂൺ വോക്കേഴ്സിന് സാധിക്കുകയാണ്. അതിൽ 1ാം സ്ഥാനം മൂൺ വോക്കേഴ്സ് നേടിയെടുത്തു. അവരെ കളിയാക്കിയ സൂം ബോയ്സിനുള്ള തിരിച്ചടി കൂടിയായിരുന്നു അത്. ഏറ്റവും ഒടുവിൽ സോളോ ഡാൻസ് കോമ്പറ്റീഷൻ എത്തി. ഓരോ ടീമിനും വേണ്ടി അവരുടെ ടീമിലെ പ്രധാന കളിക്കാരിറങ്ങി. എല്ലാവരും തന്നെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. സൂം ബോയ്സ് ആകട്ടെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഏറ്റവും ഒടുവിൽ മൂൺ വോക്കേഴ്സിന്റെ ഊഴമെത്തി. മൂൺ വോക്കേഴ്സിൽ ആരാണ് വേദിയിലെത്തുക എന്ന കാര്യത്തിൽ ഏവർക്കും സംശയമുണ്ടായിരുന്നു. മൈക്കിൾ ജാക്സൺ രൂപത്തിൽ ഒരാൾ കടന്നു വന്നു. സ്റ്റെപ്പുകൾ അതിഗംഭീരമായിട്ടിടാൻ തുടങ്ങി. ആളുടെ മുഖം വ്യക്തമായിരുന്നില്ല. ഒരു ഘട്ടം കഴിഞ്ഞതും വെച്ചിരുന്ന വെപ്പുമുടിയും തൊപ്പിയും മേൽവസ്ത്രങ്ങളും ആ ഡാൻസർ ഊരിയെറിഞ്ഞു. അപ്പോഴാണ് ആളെ വ്യക്തമാകുന്നത്. അത് ഒരിക്കൽ എല്ലാവരും താഴ്ത്തിക്കെട്ടി മാറ്റി നിർത്തിയ ഡാൻസിനെ ആവോളം സ്നേഹിച്ച സുരയായിരുന്നു. പിന്നീട് ആ വേദി കണ്ടത് സുരയുടെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അവന്റെ കാലുകൾ കുതിരവേഗത്തിൽ സഞ്ചരിച്ചു. ശരീരം അത്രമേൽ ഫ്ലെക്സിബിളായി വഴങ്ങി. ജീവിതത്തിൽ അവനെതിരിട്ട എല്ലാ താഴ്ത്തിക്കെട്ടലുകളെയും തന്റെ കഴിവുകളാക്കി തന്റെ പ്രയത്നത്തിന്റെ റിസൾട്ടാക്കി അവൻ വേദിയിൽ അവതരിപ്പിച്ചു. അവന്റെ ഡാൻസ് കഴിഞ്ഞപ്പോൾ ജഡ്ജസ് അടക്കം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിരുന്നു. ആരുമില്ലെങ്കിലും സ്ഥിരമായി പ്രാക്ടീസ് ചെയ്തിരുന്ന സുരയെ ജയിക്കും അതിന് ദൃക്സാക്ഷിയായ അവർക്ക് പരിചയമുള്ള അപ്പൂപ്പനും ചേർന്നിട്ടായിരുന്നു സോളോ ഡാൻസിന് തിരഞ്ഞെടുത്തത്. സോളോ ഡാൻസിലും മൂൺ വോക്കേഴ്സ് വിജയം നേടി. സൂം ബോയ്സ് പോലും അവരുടെ കഴിവിനെ അഭിനന്ദിച്ചു. ആ വിജയം അവരുടെ ജീവിതത്തെ കൂടുതൽ കളർഫുള്ളായി മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. കുറച്ചു നാളുകൾ ഡാൻസും മറ്റുമായി എല്ലാവരും ഒന്നിച്ചു തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഓരോരുത്തരും ഓരോരോ തൊഴിൽ മേഖലയിലേക്കും ഉപരിപഠന
സാധ്യതകളിലേക്കുമായി തിരിഞ്ഞുപോയി. ഡാൻസിൽ ബാക്കിയായത് സുര മാത്രമായിരുന്നു. മൂൺ വോക്കേഴ്സിന്റെ എല്ലാം ഇപ്പോൾ സുരയാണ്. വിദേശത്തടക്കം പെർഫോമൻസുമായി സുര തന്റെ ടീമുമായി മൂൺ വോക്കേഴ്സ് എന്ന ടീമുമായി മുമ്പോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ മൂൺ വോക്കേഴ്സ് എന്ന ചലച്ചിത്രത്തിന്റെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.